തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം ഇറങ്ങിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LDF ആണ്. യഥാർത്ഥത്തിൽ ഈ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തന്നെ ഒരു കർട്ടൻ റൈസർ ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. പ്രത്യേകിച്ചും നവംബർ 20 മുതൽ, ഈ മാസം 20-ാം തീയതി മുതൽ ഈ കൂട്ടിയ പെൻഷൻ അടക്കം അതുപോലെ തന്നെ നേരത്തെ പെൻഡിംഗ് ആയിരുന്ന ഒരു ഗഡുവും കൂടി ചേർത്താണ് എല്ലാവരുടെയും കൈകളിലേക്ക് നവംബർ 20 മുതൽ എത്താൻ പോകുന്നത്. ഡിസംബർ 5-നും 15-നും ഇടയിലുള്ള 1, 2, 3 ഘട്ടമായിട്ടൊക്കെ ഈ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. അപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് UDF-ഉം പ്രഖ്യാപനങ്ങളിലൂടെ LDF-ഉം നിൽക്കുകയാണ്. അവിടെയാണ് BJP, തിരുവനന്തപുരം കോർപ്പറേഷൻ ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അവിടെയാണ് BJP ഏതെങ്കിലും തരത്തിൽ ഇൻറോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം കഴിഞ്ഞ തവണ 34 സീറ്റുകളിൽ വിജയിച്ച എല്ലാ വാർഡ് കൗൺസിലർമാർക്കും കൊടുത്തിരുന്ന നിർദ്ദേശം നിങ്ങളുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ അതെല്ലാം പൂർത്തിയാക്കണമെന്നാണ്. നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ കാണാൻ കഴിയും. പാപ്പനംകോട് ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള കൗൺസിലേഴ്സ് ആ ഭാഗങ്ങളിലൊക്കെയുള്ള എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുന്ന ആ പട്ടിക പ്രഖ്യാപനം വന്നില്ല എന്നേ ഉള്ളൂ. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതൊക്കെ സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ വിജയിച്ച വനിതാ കൗൺസിലർമാർ എല്ലാവരും മത്സരിക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോൾ ആ ആര്യ രാജേന്ദ്രനെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ CPIM-ന് LDF-ന് ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ BJP-യുടെ വനിതാ കൗൺസിലർമാർ എല്ലാവരും മത്സര രംഗത്തുണ്ടാകും. അതിനൊന്നും ഒരു സംശയവുമില്ല.